ഇന്ന് കുറച്ച് അരിനെല്ലിക്ക കിട്ടി. ചർച്ചയിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്, ഒരു മോള് തന്നതാണ്. അപ്പോൾ അത് വെച്ച് കുറച്ച് നമുക്ക് അച്ചാറുണ്ടാക്കാം. നല്ലതായിട്ട് കഴുകി വാരി വെച്ചേക്കുക. അതിന് കുറച്ച് കരിയാപ്പില, വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, നെല്ലിക്ക കഴുകി വാരി വെച്ചേക്കുക. നമുക്ക് പാത്രം വെച്ചു. നല്ലെണ്ണ, എപ്പോഴും അച്ചാർ നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ഒഴിച്ച് നല്ല എണ്ണ നല്ലതായിട്ട് ചൂടാകട്ടെ. എണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക്, ഒരു സ്പൂണ് കടുക് ഇട്ടു. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വന്നപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ വെളുത്തുള്ളി കീറി വെച്ചത്, 2 പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കരിയാപ്പില, ഇതെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കാം. നല്ല ഒരുമാതിരി നല്ലതായിട്ടൊന്ന് ഒരു നിറം മാറി ഒരു ബ്രൗൺ കളറായി വരണം. 2 കടുക് വറക്കത്തിന് 2 മുളകില്ലേ, 2 മുളക് നമുക്ക് അതിനകത്തോട്ട് കട്ട് ചെയ്തിടാം. അപ്പോൾ എല്ലാം കൂടെ നല്ലതായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴന്ന് വരിക എന്ന് പറയത്തില്ലേ, അങ്ങനെ വഴന്ന് വരണം. ഒരുമാതിരി മൂക്കണം, ഒരു നിറം മാറി ചെറുതേണ്ട ഇച്ചിരൂടെ ചുമക്കട്ടെ. ശകലം കൂടെ ചുമക്കുമ്പോൾ ഇപ്പം നമ്മൾ തീ ഒരുമാതിരി ലെവലിൽ വെച്ചേക്കുക. ഒന്നുകൂടെ ഒന്ന് ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് സിമ്മേ വെച്ചിട്ട്, തീ സിമ്മേ വെക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്യണം. മഞ്ഞപ്പൊടി, 1 സ്പൂൺ മഞ്ഞപ്പൊടി. ഞാനിപ്പോൾ സിമ്മേലാണ് വെച്ചേക്കുന്നത്. ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഇത് മസാലയൊന്നും കരിഞ്ഞു പോകരുത്. 1 സ്പൂൺ നോർമൽ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഇതെല്ലാം ഇട്ട് നമുക്ക് ഇച്ചിരി കായം കൂടി ഇട്ട് നല്ലതായിട്ട് നമുക്കതൊന്ന് ഇളക്കാം. ആ മസാല ചെറിയ തീ കിടന്ന്, കായം ഒരു 1 സ്പൂണ് ചെറിയ തീ കിടന്ന് മസാല ഒന്ന് നല്ലതായിട്ട് വഴയട്ടെ. വഴയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വിനാഗിരി, ആ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് തീ കൂട്ടി വെക്കാം. തീ ഇച്ചിരി ചെറുതായിട്ട് കൂട്ടാം. അതും തിളയ്ക്കണം. ഉപ്പ് ഇടാം. ഉപ്പിട്ടില്ലായിരുന്നു. 1 സ്പൂൺ 1.5 സ്പൂൺ ഉപ്പ് ഇട്ട് നല്ലതായിട്ട് അതെല്ലാം മസാല എല്ലാം വിനാഗിരിയും പിടിച്ച് തിളച്ച് വന്നപ്പോൾ കുറച്ചൊരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അതെല്ലാം നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന നെല്ലിക്ക ഒട്ടും വെള്ളമില്ലാതെ കഴുകി വെച്ചേക്കാം. ആ നെല്ലിക്കായും ഇട്ട് നല്ലതായിട്ട് എല്ലാം മസാല എല്ലാം കൂടെ നെല്ലിക്കയിലൊന്ന് പിടിക്കണം. ഇപ്പോൾ തീ വേണമെങ്കിൽ കൂട്ടി വെക്കാം, ഇച്ചിരി തീ കൂട്ടി വെക്കാം. എല്ലാം ഇളക്കി നല്ലതായിട്ട് ആ മസാല പിടിച്ച് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്ത് അങ്ങനെ വെച്ചേക്കാം. ഇതിപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി, അത്രയും വെള്ളം വേണ്ടായിരുന്നു, കുഴപ്പമില്ല. വെച്ചിട്ട് അങ്ങനെ നമുക്ക് അതവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ച് അതിലെല്ലാം ഒന്ന് പിടിക്കട്ടെ. പിടിച്ച് കഴിയുമ്പോൾ നമുക്കെടുത്ത് കുപ്പിക്കകത്താക്കി. ഇപ്പം തന്നെ വെള്ളം പറ്റി, വെള്ളമില്ല. കുപ്പിക്കകത്താക്കി നല്ല സൂപ്പർ